ഇത് തൊടുപുഴ നിയോജക മണ്ഡലം. ഇടത് വലത് മുന്നണികളെ മാറി മാറി പിന്തുണച്ചിട്ടുണ്ടെങ്കിലും തൊടുപുഴയുടെ മനസ്സ് എപ്പോഴും കോൺഗ്രസിനും UDF-നും അനുകൂലമാണ്. ഇത്തവണ സ്ഥാനാർത്ഥിയൊപ്പം പരിപാടി ജീവൻ ടിവിയുടെ സ്ഥാനാർത്ഥിയൊപ്പം പരിപാടി ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ്. തൊടുപുഴയിലെ വിശേഷങ്ങളിലേക്ക്. KM മാണിക്ക് പാലായും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയും പോലെയാണ് PJ ജോസഫിന് തൊടുപുഴ. ഇടതിനെയും വലതിനെയും മാറി മാറി തൊടുപുഴ പിന്തുണച്ചപ്പോഴൊക്കെയും ജേതാവിൻ്റെ സ്ഥാനത്ത് PJ ജോസഫ് ഉണ്ടായിരുന്നു. ജീവൻ ടിവിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് PJ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. വളരുന്ന തൊടുപുഴ നമ്മുടെ അഭിമാനം, എല്ലാം PJ ജോസഫിൻ മനസ്സല്ലേ, എന്നും നാടിൻ നന്മയ്ക്കായി നിന്നില്ലേ, തൊടുപുഴ ജോസഫിൻ സ്വന്തം നാട്. തൊടുപുഴ നിയോജക മണ്ഡലം PJ ജോസഫിൻ്റെ മണ്ഡലം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സാർ വീണ്ടും മത്സരത്തിന് ഇറങ്ങുകയാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ കാലത്ത് നടത്തിയ പരിശ്രമങ്ങൾ വളരെ അധികം വിജയത്തിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തൊടുപുഴക്കാർക്ക് നൽകുന്ന അല്ലെങ്കിൽ തൊടുപുഴയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് വിജയത്തിലെത്തിയിട്ടുള്ളത്. അതിനിയും തുടരാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. സാറ് ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി സമരങ്ങളിലും സാറ് പങ്കെടുത്തിരുന്നു. പട്ടയ സമരം പോലുള്ള സമരങ്ങൾ, ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിലുണ്ടായിരുന്ന നിലപാടുകൾ. ചില സമയങ്ങളിലെങ്കിലും സാർ ആളുകളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരമാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നെന്ന് ചിലരെങ്കിലും ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലപാടുകളൊക്കെ എത്തരത്തിലാവും? അല്ല, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഞാൻ ഉയർത്തിയ ആശങ്കകൾ ഇന്നും നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി വിധി നമുക്ക് എതിരായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി. അത് ഇത്രയും പഴക്കമുള്ള ഒരു അണക്കെട്ട് അത് 999 കൊല്ലം നിലനിൽക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശം, അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനുള്ള ഒരു അപകട ഭീഷണി ഇന്നുമുണ്ട്. അത് ആളുകളെ ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അത് ആളുകളിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ മറ്റൊരു പാർട്ടിയായുള്ള ഒരു ജനനം. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്തരത്തിലാവും പ്രതിഫലിക്കുക? അത് കാര്യമായി സ്വാധീനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ മേഖലയിലെല്ലാം നല്ല മുൻതൂക്കമാണുള്ളത്. മേഖലയിലെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും വിജയിച്ചു വരും എന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാണാത്ത രീതിയിൽ ഇത്തവണ NDAയുടെ ഒരു സാന്നിധ്യം തെരഞ്ഞെടുപ്പിലുണ്ട്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, NDA ഇപ്പോൾ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. അവരത് കുറേ കൂടി ഈ വോട്ടവർ പിടിക്കും എന്നുള്ള ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. അത് മിക്കവാറും മണ്ഡലങ്ങളിൽ കൂടുതലും LDF-നെ ആയിരിക്കും പ്രതികൂലമായി ബാധിക്കുക എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ UDF-നാവും ആയിട്ടില്ലേ അവരുടെ ഒരു വരവ്? ഇല്ല, കൂടുതലും LDF-നെയാണ് അത് ബാധിച്ചതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
തൊടുപുഴയിൽ ഇനിയും വിജയിച്ച് വരുമ്പോൾ എന്താണ് തൊടുപുഴയിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ? ഇപ്പോൾ തുടങ്ങി വെച്ചതെല്ലാം ചിലതെല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കരയിൽ അത് ഒറ്റ ഓണറുടെയാണ്, ഒരു 1000 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ഒരു സിറ്റി ടെക്നോ പാർക്ക് പോലുള്ള ഒരെണ്ണം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ആ മേഖലയുടെ വികസനം കുറേ കൂടി വേഗത്തിലാക്കാനും അത് കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രമാക്കി മാറ്റാനുമുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. നമ്മുടെ ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റോഡുകളുടെ നിലവാരം വളരെയേറെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, BO&BC ഒക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ആ നിലയിൽ പൊട്ടിപ്പൊളിയാത്ത റോഡുകളാക്കി മാറ്റാനുള്ള നീക്കങ്ങളും തീർച്ചയായിട്ടും ശക്തമായി തുടരുന്നതാണ്. അപ്പം തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണെന്നുള്ളൊരു ആരോപണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ സാർ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ചെറിയ പദ്ധതികൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ പഞ്ചായത്തുകൾക്കും ബൃഹത്തായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. 15 കോടിയും 20 കോടിയും ഒക്കെയുള്ള പദ്ധതികളാണ്. അത് ചിലത് പൂർത്തിയായി, ചിലതെല്ലാം അതിൻ്റെ പണികൾ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ പിന്നെ എല്ലാവർക്കും ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു നിയോജകമണ്ഡലമായി ഇതിന് മാറ്റും. ഇപ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഈ പഴയ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിച്ചത് വഴി വാട്ടർ സപ്ലൈ സ്കീമോട് കുറേ കൂടി കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. തൊടുപുഴ നിയോജകമണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും വലതുപക്ഷ അനുഭവം പ്രകടിപ്പിക്കുന്നൊരു മണ്ഡലമാണ്. അപ്പം പക്ഷേ പലപ്പോഴും ഇടതിനെയും വലതിനെയും പിന്തുണച്ചിട്ടുമുണ്ട്. ഈ പിന്തുണച്ചപ്പോൾ എല്ലാം തന്നെ ഈ മാറി അതിൻ്റെ ജേതാവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നത് ഏറ്റവും അധികം തവണ PJ ജോസഫിൻ്റെ പേരായിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാനിവിടെ പിന്നെ ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിയതുകൊണ്ട് എന്നിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്ത് നിന്നപ്പോഴും എന്നെ ജനങ്ങൾ വിജയിപ്പിച്ചത്. ഇപ്പോൾ UDF ഞാൻ 82-87 വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിലും തൊടുപുഴയിൽ ഒന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം. തൊടുപുഴയിൽ വിജയം പ്രതീക്ഷിക്കുകയാണ് വീണ്ടും. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് PJ ജോസഫ്. തൊടുപുഴയിൽ മുന്നണികൾ മാറി വിജയം കൊയ്തപ്പോഴും ഏറ്റവും അധികം തവണ ജേതാവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന പേര് PJ ജോസഫിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മുന്നണി സംവിധാനങ്ങൾക്ക് അതീതമായി ഒരു വ്യക്തിപ്രഭാവം തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്നത് വിശ്വസിക്കാൻ കഴിയും. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് PJ ജോസഫ് നമ്മോടൊപ്പം. അതിവേഗം വളരുന്ന തൊടുപുഴ നമ്മുടെ അഭിമാനം, എല്ലാം PJ ജോസഫിൻ മനസ്സല്ലേ, എന്നും നാടിൻ നന്മയ്ക്കായി നിന്നില്ലേ, തൊടുപുഴ ജോസഫിൻ സ്വന്തം നാട്. S. പ്രവീണാണ് തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി. ഇടത് വലത് മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് NDA ഇത്തവണ തൊടുപുഴയിൽ അധികാരത്തിൽ വരുമെന്ന് പ്രവീൺ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. കേരള
ജനതയ്ക്ക് അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ ഉരുളാത്തൊരു കൈ കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. തൊടുപുഴ നിയോജകമണ്ഡലം കാലങ്ങളായി ഇടത് വലത് മുന്നണികളെ മാറി മാറി പിന്തുണച്ചിട്ടുണ്ട്. എങ്കിലും UDF ഒരു അനുകൂലമായൊരു നിലപാടാണ് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ഈ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്താണ്? തൊടുപുഴ നിയോജക മണ്ഡലം UDF എന്ന് പറയാൻ പറ്റില്ല. കാരണം ശ്രീമാൻ PJ ജോസഫ് UDFൽ നിന്നും LDFൽ നിന്നും കാലാകാലങ്ങളായിട്ട് ഓരോ തവണയും മാറുന്ന ഭരണ സംവിധാനം അനുസരിച്ച് ഒരു അധികാര താല്പര്യത്തോടെ മാറുന്ന ഒരു രീതി നേരത്തെ മുതൽ തന്നെ ഉള്ളതുകൊണ്ട് ഏത് മുന്നണിയിൽ മത്സരിച്ചാലും PJ ജോസഫിന് അനുകൂലിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്നാണ് ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ UDF പരമ്പരാഗതമായി UDFൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ കേരളത്തിൽ മുഴുവൻ UDF LDF മടുത്ത മുന്നണി സമ്പ്രദായങ്ങൾ മടുത്ത ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ജനതയായി ഇന്ന് കേരള സമൂഹം മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് പൊതുവെ എല്ലാ സർവേകളും തെളിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം തൊടുപുഴ നിയോജക മണ്ഡലത്തിലും വിഭിന്നമല്ല. ഇവിടെയും ആളുകൾ മാറി ചിന്തിക്കുവാൻ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. UDF മുന്നണിയിലെ കേരളത്തിലുണ്ടായിട്ടുള്ള UDF മുന്നണിക്ക് ഏറ്റിട്ടുള്ള പ്രതിച്ഛായയ്ക്ക് ഏറ്റിട്ടുള്ള മങ്ങൽ അത് കേരളത്തിലെ മുഴുവൻ പ്രതിഭാസമാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ PJ ജോസഫ് ജനവിധി തേടുമ്പോൾ UDFൻ്റെ ഏറ്റ മങ്ങലിനോടൊപ്പം തന്നെ വികസന നായകൻ എന്നുള്ള ഒരു പരിവേഷമാണ് ശ്രീമാൻ PJ ജോസഫിൻ്റെ ഇലക്ഷൻ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രാമമേഖലയിലേക്ക് ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള റോഡുകളുണ്ടായതല്ലാതെ ഒരു വികസനം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആളുകളെ ബോധ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ LDF അല്ലെങ്കിൽ UDF എന്ന് പറഞ്ഞ രണ്ട് മുന്നണി സംവിധാനങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ മൂന്നാമതൊരു മുന്നണിയുടെ അല്ലെങ്കിൽ NDAയുടെ ഒരു സാധ്യത എങ്ങനെയാണ്? കേരളത്തെ സംബന്ധിച്ച് LDF UDF മുന്നണി സമ്പ്രദായങ്ങൾ മാത്രമേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടുത്തെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ മനസ്സിലാകും. 5 വർഷം UDF ഭരണ സംവിധാനത്തിലിരുന്നാൽ ആ ഭരണ സംവിധാനത്തോട് വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ LDFലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഭരണത്തിൽ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ ഒരു നിത്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഓരോ 5 വർഷം കൂടുമ്പോൾ മാറി മാറി ഭരിക്കുന്നതിൻ്റെ കാര്യം വരുന്നത് ഒരു ഭരണ തുടർച്ച ഇവിടെ ആർക്കും കിട്ടുന്നില്ല. കാരണം 5 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ സംതൃപ്തരല്ല. അവർക്ക് ഒരു ഓപ്ഷൻ വേറെ ഇല്ലാത്തതുകൊണ്ട് A or B 2 ഓപ്ഷനേ നമുക്കുള്ളൂ. അപ്പോൾ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ A അത് ഇത് വരുന്നത് അസംതൃപ്തിയുടെ ഒരു വലിയ ലക്ഷണമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ A, B or C എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി മുന്നോട്ടിരിക്കുകയാണ്. ഒരു ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനകൾ അവരുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിനെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുമോ? ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത് വർത്തമാനത്തിൽ മാത്രം ഒതുങ്ങുന്ന മുന്നണി സമ്പ്രദായമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് കാര്യത്തിലും ഇവിടെ ദുരന്തം അനുഭവിക്കുന്നതാണെങ്കിലും ഇവിടെ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും വെടിക്കെട്ട് ദുരന്തം എന്തായി 106 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്നെത്തിക്കുവാനും ചികിത്സ ചെയ്യാനുള്ള കാര്യം വന്നപ്പോൾ പോലും അതിനകത്ത് രാഷ്ട്രീയ ലാഭം കണ്ട ആളുകളാണ് ഇവിടെ ഭരണകർത്താക്കൾ എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശ്രീമാൻ നരേന്ദ്രമോദി മെഡിക്കൽ ടീമുമായി എത്തി സൗജന്യമായ മരുന്നുകളുടെ വലിയ ഒരു സംവിധാനവുമായി ഇവിടെ കേരളത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ പോലും അത് രാഷ്ട്രീയമായി അതിനെ കാണുകയും രാഷ്ട്രീയ ലാഭം NDAക്ക് ഇവിടെ ഉണ്ടാവുമെന്നുള്ള ഒരു അന്ധവിശ്വാസത്തിൽ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നത്തിന് അവനെ കുരുതി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പോയിട്ടുള്ള ആളുകളുടെ
തനിനിറമൊക്കെ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് ഇന്ന് NDAക്ക് മാത്രമേ ഇവിടെ വാഗ്ദാനം ചെയ്യാൻ കഴിയുള്ളൂ എന്നത് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. RSS പോലുള്ള സംഘടനകൾ അവർ NDAയിൽ ശക്തമായ രീതിയിൽ അവരുടെ ഇടപെടലുകളുണ്ട്. അപ്പോൾ RSSൻ്റെയും അല്ലെങ്കിൽ SNDPയുടെയും ഏത് തരത്തിലാണ് അവരുടെ ഒരു ഒന്നിച്ചു പോകാനൊരു സാഹചര്യമുള്ളത്? ഇത് രണ്ടും മനുഷ്യരുടെ തന്നെ സംഘടനകളാണ്. ഈ മനുഷ്യരെല്ലാം RSS ആണെങ്കിലും SNDP ആണെങ്കിലും അവർക്കുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവിടെ ജനത്തെ മറന്നു പോകുന്ന, ഭരിക്കപ്പെടുന്നവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് അത് ഉയർന്നു വന്നിട്ടുള്ളത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പക്ഷേ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഒരു ഹിന്ദുത്വവാദത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാടുകളൊക്കെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ദാദ്രി സംഭവം പോലുള്ള വിഷയങ്ങളൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഇവിടെയും കേരളത്തിലും തൊടുപുഴയിലും ചർച്ച ചെയ്യപ്പെടത്തില്ലേ? അതിനേക്കാൾ ഉപരി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ചെയ്യപ്പെടുന്നതുമായൊരു വിഷയം പെരുമ്പാവൂരിലെ ദളിത് പെൺകുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചിട്ടാണ്. ഇത് വടക്കേ ഇന്ത്യയിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുമൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രസ്താവനകളും വലിയ മാധ്യമ വിചാരണകളുമായി രംഗത്ത് വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇത് പെരുമ്പാവൂരിൽ നടന്നുകൊണ്ട്, കേരളത്തിൽ നടന്നുകൊണ്ട്, UDF ഭരണകാലത്ത് നടന്നുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്ന ഇരു മുന്നണികളും അത് മനഃപൂർവ്വം അത് മൂടിവെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയും യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരികയോ അവർക്ക് വേണ്ടി ശക്തമായ നടപടികൾ എടുക്കുകയോ ചെയ്യാതെ ഇത് വേണ്ടത്ര രീതിയിൽ സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് പോലും വഴിവെക്കാതെ ഉള്ള ഒരു സമീപനം അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. പെരുമ്പാവൂർ സംഭവം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എടുക്കുന്ന നിലപാടുകൾ അവിടെ നടന്ന സംഭവം പോലെ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ BJPക്കോ അല്ലെങ്കിൽ RSSനോ എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ അത് നരേന്ദ്രമോദിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നില്ല? അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തെല്ലാം രാഷ്ട്രീയം. ഞാൻ ഒരു കുറ്റകൃത്യത്തെയും ഞാൻ സാധൂകരിക്കാൻ ശ്രമിക്കുന്നില്ല. അതെല്ലാം അപലപിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടുകയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ ലാഭം കാണുകയല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ അതിനുള്ള നിയമ സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാനും മാതൃകാപരമായി സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ അവർക്കെതിരെയുള്ള വളരെ സത്വരമായ നടപടികളാണ് നമ്മൾ ജനം പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇവിടെ കാണാത്തത്. ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇപ്പോൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഏതൊരു മേഖലയാവും ഏറ്റവും അധികം ശ്രദ്ധിക്കുക? തീർച്ചയായും അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സത്വര നടപടി വേണ്ട ഒരു മേഖല ഇവിടെ. ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലെല്ലാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിലാണ് എൻ്റെ ശ്രദ്ധ എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ വിളംബരം ചെയ്തുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് കടന്നു വന്നത് തന്നെ. ഇവിടെ വികസനം എന്നത് പറയുന്ന വാചകങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. യഥാർത്ഥ വികസനം ഇവിടെ ഗ്രാമവികസനം 12 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിയോജകമണ്ഡലം. ഈ 12 പഞ്ചായത്തുകളുടെയും സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. റോഡുകളെ സംബന്ധിച്ചാണെങ്കിലും ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ് ഈ തൊടുപുഴ എന്ന് പറയുന്നത്. പക്ഷേ ഈ തൊടുപുഴയുള്ള എത്രയും കുടിവെള്ളക്ഷാമമുള്ള മറ്റൊരു നിയോജകമണ്ഡലം ഈ ജില്ലയിലില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കാതെ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നം, അതോടൊപ്പം തന്നെ കർഷകരുടെ ഒരു പ്രശ്നം. ഇവിടെ ഒരു ഇടുക്കി പാക്കേജ് എന്ന പേരിൽ കർഷകരുടെ രക്ഷയ്ക്കായിട്ട് ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് ഇവിടെ യാതൊരു ചർച്ചയും നടക്കുന്നില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും വരുന്നില്ല. കേരള ജനതയ്ക്ക് അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ ഉരുളാത്തൊരു കൈ കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. പുതിയൊരു മാറ്റം.
തൊടുപുഴ നിയോജക മണ്ഡലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി റോയി വാരികാട്ടാണ് നമ്മോടൊപ്പം ഉള്ളത്. സർക്കാരിനെതിരായ ശക്തമായ വികാരം കേരളത്തിൽ ഒട്ടാകെ അലയടിക്കുമ്പോൾ തൊടുപുഴയിലും ആ വികാരം തന്നെ ഉണ്ടാകുമെന്ന് ഇവിടെ പ്രതീക്ഷിക്കുകയാണ് ഇടതുപക്ഷം. അദ്ദേഹത്തിൻ്റെ പ്രചാരണ വിഷയങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. നാടിൻ്റെ രക്ഷ കാത്തിടുവാൻ ചെയ്തിടണം വോട്ട്, രക്ഷകരായി കൂടെയുള്ള ഇടതുപക്ഷ വോട്ട്. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം, ഭൂരിപക്ഷ വിജയം നേടുവാൻ തെരഞ്ഞെടുപ്പ് കാലം. പ്രചാരണത്തിലാണ്. ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ് തൊടുപുഴ. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞതുപോലെ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ 19-ാം തീയതി ആകുമ്പോൾ ഞാൻ MLAയും എനിക്കെതിരെ മത്സരിക്കുന്ന ആൾ ex-MLA ആവും. ഈ തൊടുപുഴയിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വെക്കുന്നത്? തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ കുടിവെള്ളം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടമ്മമാർ ബുദ്ധിമുട്ട് അനുഭവിക്കുക. കുടിവെള്ള പ്രശ്നം ഞങ്ങൾ അടിയന്തരമായി പരിഹരിക്കും. 2, തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ നാട്ടുപ്രദേശങ്ങളിൽ വാഹന ഗതാഗതത്തിന് യോജ്യമായ വാഹനങ്ങളില്ലാത്ത, നടന്നെത്താൻ പോലും പറ്റാത്ത പ്രദേശങ്ങളുണ്ട്. ആ വിഷയം പരിഹരിക്കും. തൊടുപുഴ ടൗണിൽ വികസനം എത്തി എന്ന് പറയുന്ന റിംഗ് റോഡുകൾ ഒഴിച്ചാൽ സാധാരണക്കാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ മത്സരരംഗത്ത് വരുന്ന, സ്പോർട്സ് ഉൾപ്പെടെയുള്ള മത്സരരംഗത്ത് വരുന്ന സാധാരണ പാവപ്പെട്ട വീട്ടിൽ നിന്നും കർഷകരുടെയൊക്കെ മക്കളാണ്, തൊഴിലാളികളുടെ മക്കളാണ്. അവർക്കൊരു അടിസ്ഥാന സൗകര്യം, സ്റ്റേഡിയമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തൊരു ടൗണാണ് തൊടുപുഴ. അതിനുള്ള സൗകര്യം ഉണ്ടാവും. തൊടുപുഴ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ലൈബ്രറി ഉണ്ടാവും. തൊടുപുഴയിൽ അതുകൂടാതെ ഒരുപാട് വികസന കാര്യങ്ങൾ. തൊടുപുഴയിൽ ഉറവിട മാലിന്യ സംസ്കരണം ഉണ്ടാവും. തൊടുപുഴയിലെ ടൂറിസം വികസനത്തിന് ഏറ്റവും നല്ല അനുയോജ്യമായ ടൗണാണ്. തൊടുപുഴ വന്നു പോകുന്ന ആളുകൾക്ക് തൊടുപുഴ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കുള്ള സമീപനം ഉണ്ടാവും. വീണ്ടും തൊടുപുഴയിൽ രാത്രി കാലങ്ങളിൽ വന്ന് സാധാരണക്കാർക്ക് പോകാനും വരാനുമുള്ള ബസ് യാത്രാ സൗകര്യം ഉണ്ടാവും. അങ്ങനെ അടിസ്ഥാന വികസനങ്ങളിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ ഊന്നൽ നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. തൊടുപുഴ നിയോജക മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ സാധാരണ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പലതവണയായിട്ട് പിന്തുണയ്ക്കുമെങ്കിൽ പോലും കൂടെ UDFന് കൃത്യമായ രീതിയിൽ ഒരു പിന്തുണ നൽകുന്ന ഒരു മണ്ഡലം എന്ന് പറയാറുണ്ട്. ഒപ്പം തന്നെ ഇതെല്ലാം പറയുമ്പോൾ തന്നെ PJ ജോസഫിൻ്റെ മണ്ഡലം എന്ന പേരിലും ഈ മണ്ഡലം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത ആളുകൾ ഇത്തവണ മറിച്ച് ചിന്തിക്കും എന്ന് പറയാനുള്ള കാരണം കൂടെ. 45 വർഷം MLA ആയ ആൾ ഇപ്പം ഇവിടെ ഇറങ്ങുമ്പോൾ ചെരുപ്പ് കുത്തുന്ന ഞാനുമായിട്ട് അടുപ്പമുള്ള സ്നേഹിതന്മാരിപ്പുണ്ട്. തൊട്ടടുത്തൊരു 10-15 ചായക്കടയുണ്ട് ഈ തൊട്ടടുത്ത് തന്നെ. ഒരു ചായക്കടയിൽ നിന്ന് ഈ 45 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ മത്സരം നിർത്താം. സാധാരണക്കാരുമായിട്ട് യാതൊരു ബന്ധവും അങ്ങേർക്കില്ല. സാധാരണക്കാർ ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. തൊടുപുഴ ഞങ്ങളുടെ മനസ്സ് ജോസഫ് സാറിനോടൊപ്പം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. 10, 4,000, 5,000 രൂപയുടെ ഉടുപ്പിട്ട സമ്പന്നന്മാരുടെ മക്കളാണ് കൂടെ വെച്ച് ഉടുപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സാധാരണക്കാരുടെ കൂടെയാണ്, അതുകൊണ്ടാണ് ജയിക്കുമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തൊടുപുഴയിൽ ഈ വികസനത്തിൽ പിന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റുമോ? തൊടുപുഴയിൽ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് നടപ്പാക്കിയ മിനി സിവിൽ സ്റ്റേഷനും ഈ റിംഗ് റോഡ് ഒഴിച്ചാൽ ബാക്കി ഒരു വികസനവും കഴിഞ്ഞ 45 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടില്ല. BJPയുടെ ഒരു സാന്നിധ്യം, NDAയുടെ ഒരു സാന്നിധ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ എങ്ങനെയാണ്? അതൊരു ഗൗരവതരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്നില്ല. കാരണം അവർക്ക് ഒരു ചെറിയ വിഭാഗം ആളുകളുടെ ഇടയ്ക്ക് മാത്രമുള്ള പ്രവർത്തനം, പൊതുജനത്തിൻ്റെ അടുത്തുള്ള പ്രവർത്തനമായിട്ട് ഇതുവരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഇത്രയും ദിവസമായി പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എത്തരത്തിലാണ്? ഞാൻ ഈ കഴിഞ്ഞ 45 ദിവസമായി ആളുകളെ നേരിട്ട്, സാധാരണ പ്രവർത്തകരെ, സാധാരണ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഇടനിലക്കാരനില്ലാതെ സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു? നമ്മൾ ധാരണ നോക്കിയല്ല, നമ്മൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ സമീപനം നമുക്ക് അനുകൂലമായി വരികയാണ്. നാടിൻ്റെ രക്ഷ കാത്തിടുവാൻ ചെയ്തിടണം വോട്ട്, രക്ഷകരായി കൂടെയുള്ള ഇടതുപക്ഷ വോട്ട്. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം, ഭൂരിപക്ഷ
വിജയം നേടുവാൻ തെരഞ്ഞെടുപ്പ് കാലം. LDFും UDFും NDAയും പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമായതോടെ തൊടുപുഴയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ചുട്ടുപൊള്ളുകയാണ്. വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്ന് മുന്നണികളും ശക്തമായി പ്രവർത്തിക്കുമ്പോൾ വിജയം ആർക്കെന്ന് പ്രവചിക്കുക എന്നതും ശ്രമകരമാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി ഇനി അടുത്ത മണ്ഡലത്തിലേക്ക്.